പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനൽ മത്സരം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെയായിരുന്നു നടന്നത്. എന്നാൽ ആ മത്സരത്തിൽ PSG-യും അതുപോലെ തന്നെ ഇന്റർ മിലാനുമായിരുന്നു ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ ഇപ്പോൾ ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് PSG ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഒരു തകർപ്പൻ വിജയം തന്നെയാണ് ഇന്റർ മിലാനെതിരെ ഇപ്പോൾ PSG നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. എന്നാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ ഇന്റർ മിലാനെ നിലവിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് PSG. എതിരില്ലാത്ത 5 ഗോളിന്റെ ഗംഭീരമായ വിജയമാണ് PSG നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്റർ മിലാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർ മിലാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചാമ്പ്യന്മാരായി മാറിയിട്ടുള്ളത്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്നലെ മത്സരം നടക്കുന്നതിന് മുമ്പ് അർജന്റീനിയൻ സൂപ്പർ താരവും അതുപോലെ തന്നെ ഇന്റർ മിലാന്റെ സൂപ്പർ താരമായ ലൗതാരോ മാർട്ടിനസ് പറഞ്ഞിരുന്നു, ഞാൻ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു, എന്നാൽ UCL മിസ്സിംഗ് ആണ്, അത് നേടാൻ തന്നെയാണ് ശ്രമം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഇന്റർ മിലാൻ നിലവിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് PSG നിലവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. എന്നാൽ PSG ആരാധകർക്ക് ഇപ്പോൾ സന്തോഷിക്കാനുള്ള ഒരു രാവ് തന്നെയാണ് ഇതെന്ന് നിലവിൽ പറയേണ്ടതായിട്ട് വരും.